ശബരിമലയിൽ യുവതികളെ പോലീസിന് കയറ്റാം, പക്ഷേ പാർട്ടി ഓഫീസിൽ പോലീസിനെ കയറ്റില്ലെന്ന നിലപാടിനെ ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയ. നാഴികയ്ക്ക് 100 വട്ടം നവോത്ഥാനം പറയുന്ന CPMന്റെ പൊള്ളത്തരം ഇതോടെ പുറത്താവുകയാണ്. വ്യക്തമായ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഓഫീസ് റെയ്ഡ് നടത്തിയ ചൈത്ര എന്ത് തെറ്റാണ് ചെയ്തത്? സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നു എന്ന പേരിൽ യുവതികളെ പോലീസ് സന്നിധാനത്ത് കയറ്റിയത് ഏറെ വിവാദമായിരുന്നു. ആചാരലംഘനമുണ്ടായെന്ന് പറഞ്ഞ് കേരളം ദിവസങ്ങളോളം സ്തംഭിച്ചിട്ടും ഒന്നും ഉണ്ടായില്ല. എന്നാൽ പാർട്ടി ഓഫീസിൽ കയറിയതിന്റെ പേരിൽ ഒറ്റ രാത്രി കൊണ്ട് ചൈത്ര തെറിച്ചു. ചൈത്രയെ പറ്റിയുള്ള കഥകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ. IPS ലഭിക്കുന്നതിന് മുൻപ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ SFIയുടെ സജീവ പ്രവർത്തകയായിരുന്നു ചൈത്ര. കമ്മ്യൂണിസവും ആ പ്രത്യയശാസ്ത്രവും നൽകുന്ന അറിവും കരുത്തും കൈമുതലാക്കിയ IPSകാരി. മനസ്സിലെ ചുവപ്പ് ആശയമൊന്നും പക്ഷേ നീതി നടപ്പാക്കാൻ കാക്കി ധരിച്ചാൽ ചൈത്രയ്ക്കില്ല. ASPI സർവീസിൽ കയറിയ നാൾ മുതൽ കാക്കിയിലെ കാർക്കശ്യം സഹപ്രവർത്തകർ അനുഭവിച്ചതാണ്, കേരളം കണ്ടതാണ്. കോട്ടയത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകനെ മദ്യപിച്ച് വാഹനമോടിച്ചപ്പോൾ പിടികൂടിയ ചൈത്രയോട് അയാളെ വിടാൻ പറഞ്ഞ SP-യോട് നോ പറയാൻ ചങ്കുറപ്പ് കാണിച്ച IPSകാരിയാണവൾ. കൽപ്പറ്റയിലും തലശ്ശേരിയിലും ASPI മികച്ച പ്രകടനമാണ് ചൈത്ര കാഴ്ചവെച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബ് എറിഞ്ഞതിന് RSS കാര്യാലയത്തിൽ റെയ്ഡ് നടത്താമെങ്കിൽ കല്ലെറിഞ്ഞതിന് CPM ഓഫീസിലും റെയ്ഡ് നടത്താമെന്നതാണ് ചൈത്ര കണ്ട നയം. അക്രമം ആര് കാട്ടിയാലും അത് അമർച്ച ചെയ്യാനും നടപടി സ്വീകരിക്കാനും പോലീസിന് ബാധ്യതയുണ്ടെന്നും ആ കടമയാണ് തിരുവനന്തപുരത്ത് DCP നിർവഹിച്ചതുമെന്നാണ് പോലീസിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. പോലീസ് സ്റ്റേഷന് കല്ലെറിഞ്ഞവരെ പിടികൂടാൻ DCPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തുന്നതിന് മുൻപ് പോലീസിൽ നിന്നു തന്നെ വിവരം ചോർത്തി നൽകിയെന്ന പരാതിയും ഇതിനകം ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രതികളെ പിടികൂടാൻ കഴിയാതിരുന്നതത്രേ. പോക്സോ കേസിൽ അറസ്റ്റിലായ പ്രവർത്തകരെ കാണാൻ അനുമതി നൽകാത്തതിനാലായിരുന്നു DYFI പ്രവർത്തകരുടെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമണം. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചൈത്ര തെരേസ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പാതിരാത്രി തന്നെ റെയ്ഡ് നടത്താൻ തീരുമാനിച്ചപ്പോൾ വിലക്കാൻ ശ്രമിച്ച കീഴുദ്യോഗസ്ഥരെയും ശരിക്കും വിറപ്പിച്ചു കളഞ്ഞു. റെയ്ഡിന് പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ച CIയെ DCP വിരട്ടി വിറപ്പിച്ചു കളഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. ജോലി ചെയ്ത എല്ലാ സ്ഥലത്തും കർക്കശ നടപടികളിലൂടെ ശ്രദ്ധേയായ IPS ഓഫീസറാണിവർ. ഈ കടുപ്പം അറിയുന്നത് കൊണ്ടും രാഷ്ട്രീയ ശുപാർശയിൽ ക്രമസമാധാന ചുമതലയിൽ വരാൻ താല്പര്യമില്ലാത്തതിനാലുമാണ് അവർ വനിതാ സെല്ലിൽ ഇപ്പോൾ ഒതുക്കപ്പെട്ടത്. കോഴിക്കോട് സ്വദേശിയാണ് ചൈത്ര തെരേസ ജോൺ എന്ന ഈ IPSകാരി. IPS നേടി 3 വർഷം മാത്രം പിന്നിടുന്ന ചൈത്ര തലശ്ശേരി പോലീസ് സബ് ഡിവിഷനിലെ ആദ്യ വനിതാ ഓഫീസർ എന്ന നിലയിലാണ് ആദ്യം അറിയപ്പെടുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വിളനിലമായ ഇവിടെ വെച്ച് സുപ്രധാനമായ 2 കൊലപാതക കേസുകളുടെ മേൽനോട്ട ചുമതലയും ചൈത്രയ്ക്കായിരുന്നു. 2015 IPS ബാച്ച് ഉദ്യോഗസ്ഥയായ ചൈത്ര റെയിൽവേ ട്രാഫിക് സർവീസിൽ നിന്നും രാജിവെച്ചാണ് ഇന്ത്യൻ പോലീസ് സർവീസിലെത്തുന്നത്. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു +2 വരെയുള്ള ചൈത്രയുടെ വിദ്യാഭ്യാസം. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സൈക്കോളജി, സോഷ്യോളജി സാഹിത്യത്തിൽ ബിരുദവും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ഇവിടെ SFI പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു. സിവിൽ സർവീസ് പരിശീലനത്തിനിടെ മികച്ച വനിതാ ഓൾറൗണ്ട് പ്രൊബേഷണർ, മികച്ച വനിതാ ഔട്ട്ഡോർ പ്രൊബേഷണർ എന്നീ അംഗീകാരങ്ങളും നേടി. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും നേടിയിട്ടുണ്ട്. തെരേസയുടെ അച്ഛൻ കള്ളക്കടത്തുകാരുടെ പേടി സ്വപ്നമായിരുന്നു. മകളാകട്ടെ ഇപ്പോൾ CPMകാരുടെയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.